രൂപത ഭൂമിയിൽ നിന്നും ശിവലിംഗം കണ്ടെടുത്താൽ അവിടെ മീഡിയ വണ്ണിനും ജമാഅത്തെ ഇസ്ലാമിക്കും എന്താണ് കാര്യമെന്ന് കാസ. അവിടെയുള്ള ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും നോക്കിക്കോളും, നിങ്ങൾ തലപുണ്ണാക്കേണ്ട ഒരു തമ്മിലടിക്കും യാതൊരു സ്കോപ്പും ഇല്ലെന്നും കാസ സോഷ്യൽ മീഡിയയിൽ പങ്കിട്ട കുറിപ്പിൽ പറയുന്നു. കുറിപ്പ് ഇങ്ങനെയാണ്: പാലാ രൂപതയുടെ ഭൂമിയിൽ ശിവലിംഗം കണ്ടെത്തിയ സംഭവം മുതലെടുപ്പ് നടത്താനായി മീഡിയ വണ്ണും ജമാഅത്തെ ഇസ്ലാമിക്കാരും കാത്തു നിൽക്കേണ്ടതില്ല. അത് സംബന്ധിച്ച കാര്യങ്ങൾ 3 ദിവസം മുൻപ് തന്നെ സംസാരിച്ച് തീരുമാനമാക്കിയിട്ടുണ്ട്. പാലാ രൂപതയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ കപ്പ കൃഷിക്കായി JCB ഉപയോഗിച്ച് നിലം ഉഴുതുമറിക്കുന്നതിനിടയിൽ മണ്ണിനടിയിൽ നിന്നും ശിവലിംഗവും സോപാനക്കല്ലും കണ്ടെത്തിയിരുന്നു. ഈ സംഭവം നടന്നിട്ട് ഒരാഴ്ചയോളമാകുന്നു. അതെന്ത് ചെയ്യണമെന്ന് സംബന്ധിച്ച് 3 ദിവസം മുൻപ് പാലാ രൂപത അധികൃതരും വെള്ളപ്പാട് ഭഗവതി ക്ഷേത്ര ഭാരവാഹികളും ചേർന്ന് സംസാരിച്ചു തീരുമാനത്തിലെത്തിയിരുന്നു. എന്നാൽ ഇസ്ലാമിക ഭീകരവാദ പ്രസ്ഥാനമായ ജമാഅത്തെ ഇസ്ലാമിയുടെ മീഡിയ വൺ ചാനൽ സംഭവം അറിഞ്ഞ് ആ സ്ഥലത്തെത്തുകയും ക്ഷേത്ര സമിതിയുടെ അവകാശവാദത്തെ പാലാ രൂപത നേതൃത്വം തള്ളി എന്നുമൊക്കെ വളച്ചൊടിച്ച് റിപ്പോർട്ട് ചെയ്തു. കുത്തിത്തിരിപ്പുണ്ടാക്കാനുള്ള ശ്രമത്തിന് തുടക്കമിടുകയും മറ്റു മാധ്യമങ്ങൾ എന്തോ ഒരു വലിയ സംഭവം പോലെ അത് ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുകയാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കുത്താപ്പാടി ഇല്ലംവക തണ്ടലത്ത് മഹാദേവ ക്ഷേത്രം എന്ന പേരിലുള്ള ഒരു ശിവക്ഷേത്രം ആ ഭൂമിയിൽ ഉണ്ടായിരുന്നതാണ്. ഇല്ലം ക്ഷയിച്ചതോടെ ക്ഷേത്രം തകർച്ചയിലേക്ക് പോവുകയും തുടർന്ന് അന്യാധീനപ്പെട്ടു പോയ ഭൂമി പല ഉടമകളാൽ കൈമാറ്റം ചെയ്യപ്പെട്ട് ഇപ്പോൾ പാലാ രൂപതയുടെ ഉടമസ്ഥതയിലാണ് ആ ഭൂമിയുള്ളത്. ഭൂമിയിൽ നിന്നും ശിവലിംഗം ലഭിച്ച കാര്യം സമീപവാസികളായ ക്രൈസ്തവർ തന്നെയാണ് ക്ഷേത്ര ഭാരവാഹികളെ അറിയിച്ചത്. തുടർന്ന് അവർ സ്ഥലത്തെത്തുകയും കേട്ടറിഞ്ഞ വിശ്വാസികൾ അവിടുത്തെയും ശിവലിംഗത്തെയും വണങ്ങുകയും പൂജിക്കുകയും ചെയ്തു. ഇത്തരം വിഗ്രഹങ്ങളും ശിവലിംഗങ്ങളും മണ്ണിൽ നിന്നും മറ്റും ലഭിക്കുമ്പോൾ അവയെ ഹൈന്ദവ വിശ്വാസികൾ ആരാധനയോടെ കാണുകയും പൂജിക്കുകയും ചെയ്യുക സ്വാഭാവികമാണ്. അതിനെയാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ എന്തോ വലിയ ഹിന്ദു ക്രിസ്ത്യൻ പ്രശ്നം പോലെ വളച്ചൊടിച്ചിരിക്കുന്നത്. ഈ സംഭവം വാർത്തയായതോടെ ക്ഷേത്ര ഭാരവാഹികളും പാലാ രൂപത നേതൃത്വവുമായി സംസാരിക്കുകയും ശിവലിംഗം കണ്ടെത്തിയ സാഹചര്യത്തിൽ അത് സംബന്ധിച്ച് ദേവപ്രശ്നം നടത്തി അതിലെന്താണോ ലഭിക്കുന്നത് അതിനനുസരിച്ച് കാര്യങ്ങൾ നീക്കുവാൻ തീരുമാനവുമായി. ദേവപ്രശ്ന വിധി പ്രകാരം ആ ശിവലിംഗവും സോപാനക്കല്ലും ഏറ്റെടുത്ത് സമീപത്തെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കാനാണെങ്കിൽ അങ്ങനെ, അതല്ല ശിവലിംഗം ലഭിച്ച ആ ഭൂമിയിൽ അവിടെ തന്നെ സ്ഥാപിക്കുവാനാണ് ദേവപ്രശ്നത്തിൽ തെളിയുന്നതെങ്കിൽ അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുവാൻ പാലാ അരമന സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് യാതൊരുവിധ തർക്കങ്ങളും ഇല്ലെന്ന് പാലാ അരമനയും ക്ഷേത്ര സമിതിയും പോലീസിനെയും റവന്യൂ അധികാരികളെയും അറിയിച്ചിട്ടുണ്ട്. പാലാ രൂപതയുടെ ഭൂമിയിൽ ശിവലിംഗം കിട്ടിയെന്ന് പറഞ്ഞ് അതിന്റെ പേരിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും തമ്മിലടിക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയും മീഡിയ വണ്ണും പോലുള്ളവരും ഇത് വെച്ച് മുതലെടുപ്പ് നടത്താമെന്ന് കരുതിയിരിക്കുന്ന രാജ്യദ്രോഹികളും രാഷ്ട്രീയക്കാരും വെറുതെ സമയം പാഴാക്കേണ്ടതില്ല എന്നും പറയുന്നു.